ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. 1 2 3 4 5 6 7 8 9 10 11. ഒന്ന് നിർത്ത്. ദിവസം മുഴുവൻ ഇങ്ങനെ മൈക്ക് ടെസ്റ്റ് ചെയ്തോണ്ട് ഇരുന്നാ മതിയോ? ഞാനിപ്പോ ചിങ്കൻ സാറിനെ വിനീതമായി ക്ഷണിക്കുകയാണ് ഈ റിബൺ കട്ട് ചെയ്ത് ഞങ്ങളുടെ ഡിറ്റക്റ്റീവ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി. സാർ വന്നാലും. ഓൾ ദി ബെസ്റ്റ്. ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. പൊളിച്ചെടുത്തല്ല പൊളിച്ചെടുത്തല്ല പൊളിച്ചെടുത്തല്ല. അല്ല, നിങ്ങൾ എന്ത് കളി കളിക്കുന്നേ? എന്തായി കാണിക്കുന്നേ? പാട്ടും ഡാൻസും ഒക്കെ നമുക്ക് പിന്നീട് വാങ്ങാലോ. ഓട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യാ. വെറും ഭയത്തിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഓ, ഐഡിയ. സർവേശ്വരന് കോടി കോടി നമസ്കാരം. ഒരു വിധത്തിൽ ജീവൻ തിരിച്ചു കിട്ടി. മോട്ടു പത്ലു, എന്റെ ചങ്സ്, എന്റെ ബ്രോസ്, ഇത് വാങ്ങിച്ചോളൂ. നിങ്ങൾക്കുള്ള ഗിഫ്റ്റാ. നിങ്ങളുടെ ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഇതെന്ത് ഡോഗിയാ? ഇത് യന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന നായയാണ്. ഇതിന്റെ പേര് റോഡോന്നാ. ഏതെങ്കിലും വീട്ടിൽ മോഷണം നടക്കുവാണെങ്കിൽ ഇവൻ അവിടെ ചെന്ന് മണം പിടിച്ച് എല്ലാം മനസ്സിലാക്കും. അതിൽ നിന്ന് മോഷ്ടാവിന്റെ മണം പിടിച്ചെടുത്ത് അവനെ പിടിക്കുകയും ചെയ്യും. അല്ല, ഈ റിവോൾവറിന്റെ ഉപയോഗം എന്താ? ഇതെന്തൊരു പുലിവാലാണ്. നിങ്ങൾ എന്നെ ഒന്ന് താഴെ ഇറക്കൂ. ചിങ്കം സാർ, നിങ്ങളുടെ ഗിഫ്റ്റ് എന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതെടുത്തോളൂ. എന്നാ ഞാൻ പോട്ടെ. എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ പണിയാകെ കുഴപ്പത്തിലാവും. ഹലോ, എന്ത്? ഒരു കളവ് നടന്നിട്ടുണ്ട്. എനിക്ക് ഉടനെ പോകണം. ഓൾ ദ ബെസ്റ്റ്. മോട്ടു പത്ലു ഡിറ്റക്റ്റീവ് ഏജൻസീസ്. ഓക്കെ, ഇപ്പൊ തന്നെ വരാം. കോൾ അടിച്ചു. ആദ്യത്തെ കേസ് തന്നെ കിട്ടി. ഒരു വീട്ടില് മോഷണം നടന്നിരിക്കുന്നു. ആ കള്ളനെ നമ്മൾ പിടിക്കണം അത്രേ. ഈ കള്ളന്മാരെ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. നിങ്ങൾ ഈ റോബോഡോഗ് റോഡോനെ കൂടെ കൂട്ടിക്കോ. അവൻ കള്ളനെ മണം പിടിച്ച് കണ്ടെത്തിക്കൊള്ളുന്നേ. ഇതിനെ എങ്ങനെയാ പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് ഞാനും നിങ്ങളുടെ ഒപ്പം വരാം. മിസ്സസ് ശർമ്മയുടെ ഈ ആഭരണങ്ങളെല്ലാം ഇനി നമുക്ക് സ്വന്തം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശർമ്മ ഇപ്പോൾ പിച്ചക്കാരായിട്ടുണ്ടാവും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? എടാ മണ്ടന്മാരെ, ഇന്നലെ രാത്രി നമ്മൾ മിസ്സസ് ശർമ്മയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആഭരണങ്ങള് ഇത്ര നേരമായിട്ട് മുളിപ്പിച്ച് വെക്കാൻ നിന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ. അവരിപ്പോ എന്തായാലും മോട്ടുവിലെയും പത്രുവിനെയും വിവരം അറിയിച്ച് കാണും. അവന്മാരിപ്പോ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയിരിക്കുന്നെന്നാ ഞാൻ അറിഞ്ഞത്. ബോസ്, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി താമസിക്കാം. നമുക്ക് ഈ 2ാം നമ്പറുകാരനെയും കൂടെ കൂട്ടാം. കൊള്ളാം ബോസ്, കൊള്ളാം. അങ്ങയുടെ കൂടെ ഇരുന്നാൽ എനിക്കും കവിതയൊക്കെ എഴുതാൻ പറ്റും. കഥയും കവിതയും ഒന്നും അല്ലടാ പണ്ട. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടെന്നൊന്ന് ആലോചിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കള്ളനെ പിടിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ റോബോ ഡോഗിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിച്ചതാണ്. വാ മോനെ റോഡോ, ടിക് ടിക് ടിക്, കള്ളനെ പിടിക്കൂ, ക്വിക്ക് ക്വിക്ക് ക്വിക്ക്.
ഇതിന്റെ വാൽ ഉയർന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇവന് മോഷ്ടാവിന്റെ മണം കിട്ടിയെന്നാണ്. നിങ്ങളെ കള്ളന്മാരെന്ന് ഇവൻ വിചാരിച്ചിരിക്കുന്നത്. ഓ സോറി, നിങ്ങളുടെ മണം പിടിച്ചപ്പോ നിങ്ങളെ കള്ളന്മാരെന്ന് അവൻ കരുതി പോയതാണ്. എന്റെ ഡോക്ടറെ, ഇതിനെ ഞങ്ങളെ രക്ഷിക്കൂ. ഓ, ഇത് ഉണ്ടാക്കിയ ആളെ തന്നെ വിടുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ പറയാനില്ലല്ലോ. ഓടിക്കോ മോട്ടു. ഈ ജഡ്ക ഉണ്ടാക്കിയ ഈ റോഡോ കള്ളനെ പിടിക്കാനാണോ അതോ ഡിറ്റക്റ്റീവായി നമ്മളെ പിടിക്കാനോ? മോട്ടു, നീ പറഞ്ഞത് ശരിയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യ, വേഗം ആലോചിക്കേ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. മുന്നിൽ ശത്രു അറ്റാക്ക് അറ്റാക്ക്. അറ്റാക്ക് 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 അറ്റാക്ക്. ഇതായിപ്പോ നന്നായത്. കള്ളനെ പിടിക്കുന്നതിന് പകരം ഡിറ്റക്റ്റീവ്സിനാണോ പിടിക്കുന്നത്? അല്ല, നിങ്ങളിത് കണ്ടോ? ഞങ്ങളുടെ കൈയും കാലും ഓടിച്ചിട്ടിട്ട് അവൻ എന്ത് സന്തോഷത്തിലാ ചാടി കളിക്കുന്നേന്ന്. ജഡ്ക സാറേ, നിങ്ങൾ ഇതിനെ തിരിച്ചു കൊണ്ടുപോയിക്കോ. ഇത് ഞങ്ങളെ തന്നെ ആക്രമിച്ചോണ്ടിരിക്കുക. ഓ സോറി മോട്ടു, നീ വിഷമിക്കണ്ട. നിന്നെ ഇതൊന്നും ചെയ്യില്ല. ഇപ്പൊ നിന്റെയും മിസ്സിസ് ശർമ്മയുടെയും മണം അവൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഇവൻ മോഷ്ടാവിനെ പിടികൂടും. ഈ ചെയിൻ കയ്യിൽ പിടിച്ചു, അല്ലെങ്കിൽ ഇവൻ ഓടിക്കളഞ്ഞാലോ? വാ മോട്ടു, നമുക്ക് ജോലി ബാക്കിയുണ്ട്. നീ ആദ്യം ഇത് പിടിക്കുക, എന്നിട്ട് ഇതിനെ നീ തന്നെ കൺട്രോൾ ചെയ്യ. എനിക്ക് വേണ്ട. ഇതിന് എന്നോടെന്താ ഇത്ര ശത്രുത? അടിപൊളി, ഇവൻ മോഷ്ടാവിന്റെ മണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുമ്പിൽ ശത്രു അറ്റാക്ക് അറ്റാക്ക്. മോട്ടു, രക്ഷിക്ക്, രക്ഷിക്ക്. ജഡ്ക ചേട്ടാ, രക്ഷിക്കൂ. ഇതിനെ പിടിച്ചു നിർത്താൻ വല്ല ബട്ടനുണ്ട് പറഞ്ഞു തരൂ. അവനെ പിടിച്ചു നിർത്താനുള്ള ബട്ടൺ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. നീ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാൻ. എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്കൊക്കെ? പത്തിലോ, നീ എന്തെങ്കിലും ചെയ്യേ. എന്റെ മോട്ടു, ഡോക്ടർ ജഡ്ക ഉണ്ടാക്കിയ റിവോൾവർ കൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താൻ നോക്ക്. ഡോക്ടർ ജഡ്ക, എന്റെ വല്യേട്ടാ, ഒന്ന് നിർത്തൂ പ്ലീസ്. പ്ലീസ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ. എന്റെ അമ്മോ, ഈ പട്ടി എന്തിനാ എന്റെ പുറകെ അങ്ങ് വരുന്നത്? വേറെ എവിടെയെങ്കിലും ഓടിക്കോടെ, വേഗം പോയിക്കോ. ഒരു മോഷണമല്ലേ നടത്തിയിട്ടുള്ളൂ, ആരെയും കുത്തി കൊന്നിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ചിങ്കം ഇത്രയും വലിയ സന്നാഹത്തോടെ നമ്മുടെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ പറഞ്ഞത് അല്ലേ നമ്പർ 2? നീ ആ വായ നടച്ച് നേരെ നോക്കി വണ്ടി ഓടിക്ക. ഒരുപാട് സവാരി ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ പട്ടിയുടെ പുറകെ സവാരി ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പട്ലു, എന്താ? സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിർത്താൻ. ചിങ്കം സാറെ, രക്ഷിക്കൂ. എന്റെ അമ്മോ, ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് സ്വയം രക്ഷിക്കട്ടെ. കള്ളൻ പിടിക്കൂ പിടിക്കൂ. അമ്മോ, വേട്ടയ്ക്ക് വന്നവന്റെ ഓട്ടം കണ്ടാല് വേട്ടപ്പട്ടി പോലും കറങ്ങി പോകുമല്ലോ.
ചിന്തിക്കാനൊന്നും വയ്യ. കൊള്ളാം ബോസ് കൊള്ളാം. എത്ര നല്ല കവിതയാ പറഞ്ഞത് അല്ലേ നമ്പർ 2? ജോൺ, നിനക്കറിയാമല്ലോ ഈ ചിങ്കത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. ഓക്കേ, താങ്ക് ഗോഡ് എന്റെ സ്വർണ്ണവും പൈസയും തിരിച്ചു കിട്ടി. ഇൻസ്പെക്ടർ ചിങ്കം സാറേ, നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എങ്ങനെ അറിയാം? ഞങ്ങൾക്കാണല്ലോ ഈ കേസ് കിട്ടിയത്. മിസ്റ്റർ ശർമ്മ ആദ്യം എന്നോടാണ് റിപ്പോർട്ട് ചെയ്തത്. ഞാൻ ഈ കളവനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു. എന്നിട്ട് മിസ്സസ് ശർമ്മയോട് പറഞ്ഞു ഈ കേസ് നിങ്ങൾക്ക് തരണമെന്ന്. അതെ 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 അതെ. കള്ളൻ കള്ളൻ പിടിക്കൂ പിടിക്കൂ. കള്ളൻ കള്ളൻ പിടിക്കൂ പിടിക്കൂ. ചിങ്കം സാറേ ഓടിക്കോ. പക്ഷെ എന്തിന്? വൈ? ഞാൻ എന്തിനു ഇവിടുന്ന് ഓടണം? അതെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. ഞാൻ എന്തിനു ഇവിടുന്ന് ഓടണം? കള്ളൻ കള്ളൻ പിടിക്കൂ പിടിക്കൂ. കള്ളൻ കള്ളൻ. ഏയ്, no. കള്ളൻ കള്ളൻ പിടിക്കൂ പിടിക്കൂ. കള്ളൻ കള്ളൻ. ഏയ്, no. വേണ്ട വേണ്ട വേണ്ട. ഏയ്, എന്റെ പുറകെ ഓടി വരരുത്. വേണ്ട. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഞാൻ എന്തിനങ്ങനെ ഓടുന്നേ? ഓടിക്കോ. ഇത് പട്ടി പിടിച്ച പുലിവാലായല്ലോ.